കർത്താവ് നമുക്ക് ദാനമായി നൽകി തന്നല്ലോ. ഇന്ന് പകൽ ഒരുമിച്ച് നമ്മൾ ആലയത്തിലായിരുന്നു. വിവിധ കാരണങ്ങളാൽ പകൽ വരുവാൻ കഴിയാതിരുന്ന ചില പ്രിയമുള്ളവരും ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് ക്ഷണിക്കുകയും അവസരങ്ങൾ തരികയും ശുശ്രൂഷിക്കുകയും മാനിക്കുകയും ചെയ്ത ഈ ദൈവസഭയ്ക്കും കർത്തൃദാസന്മാർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ശുശ്രൂഷയിൽ ഒരുമിച്ച് നിൽപ്പാനിടയായ ദൈവദാസന്മാരെ ഓർത്തും അവരുടെ ഗാനങ്ങൾ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നയിപ്പാനിടയായി കർത്താവിൻ്റെ കൂട്ടുവേലക്കാരായ എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നമുക്ക് ഭൂമിയിൽ ഇനി ഇങ്ങനെ കാണാം എന്നൊന്നും ഉറപ്പില്ല. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രസംഗമായിരിക്കാം ഇത്. നിങ്ങളുടെ ജീവിതത്തിലെ അവസാന വചന കേൾവിയായിരിക്കാം ഇത്. അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ദൈവസന്നിധി കരയാനും മടങ്ങി വരാനും തീരുമാനമെടുക്കുവാനും ഒക്കെ ആത്മാവിൽ നിറയുവാനൊക്കെയുള്ള അവസാന നിമിഷമായി കൂടാഴുകയില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ ഒരുമിച്ച് ആരാധിച്ച ഒരു അങ്കിൾ 5 വർഷമായിട്ട് സങ്കീർത്തന ശുശ്രൂഷയാ കർത്തൃദാസനാണ്. ഒരു പിതാവ്, നല്ല ആരോഗ്യവാൻ. 5 വർഷത്തിൻ്റെ അദ്ദേഹത്തിന് ഒരു പനി വന്നതായിട്ട് പോലും എനിക്കറിയില്ല. നല്ല ഒരു രോഗവുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. തിരിച്ചുള്ള യാത്രയിൽ തൃശ്ശൂർ ഞങ്ങളെത്തി. വെളുപ്പിന് 3 മണിയായി. അപ്പോഴൊരു ഫോൺ, ആ അങ്കിള് മരിച്ചുപോയി. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് അതിൻ്റെ ചെറിയൊരു മനോഭാരം ഞങ്ങൾക്കുണ്ട്. ഇല്ല എന്നല്ല, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. ഏതു നിമിഷവും ഒരു സൈലൻ്റ്, ഏതു നിമിഷവും ഒരു അറസ്റ്റ്, എന്തും സംഭവിക്കാം. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ജീവനോടെ ആലയത്തിനകത്തുണ്ട്. ആഴമായ ശുദ്ധീകരണത്തിനായി, ക്രമീകരണത്തിനായി, മടങ്ങിവരവിനായി, യഥാസ്ഥാപനത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആലയത്തിലേക്ക് നമ്മെ മാത്രമല്ല, ഈ മീഡിയയിലൂടെ വിവിധയിടങ്ങളിൽ ഈ വചനം സേവിക്കുന്ന എല്ലാവർക്കും ദൈവം അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ ധ്യാനിച്ച അതേ വേദഭാഗം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനം. മതി. ഇന്ന് പകൽ നമ്മൾ പല പ്രാവശ്യം ആ വചനം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തു. യേശുവിൻ്റെ അമ്മയായ മറിയ അവരുടെ ചാർച്ചക്കാരായ സക്കരിയാവിൻ്റെയും എലിസബത്തിൻ്റെയും വീട്ടിൽ ചെന്ന് മറിയ ഒരു വന്ദനം പറഞ്ഞപ്പോൾ 6 മാസം ഗർഭിണിയായി വയോധികയായി ഒളിച്ച് ഒരു മലമുകളിൽ പാർക്കുന്ന എലിസബത്ത് സക്കരിയാവ് ദമ്പതികൾ ഈ മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഈ പരിശുദ്ധാത്മാവിൽ നിറയുന്നവരൊക്കെ എന്താണ് ഉച്ചത്തിൽ വിളിച്ച് പറയേണ്ടതെന്നൊക്കെ മനസ്സിലാക്കണം. നമ്മൾ എന്തും വിളിച്ചു പറയും. നല്ല യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ മക്കളോടും ഭർത്താവിനോടും അയൽക്കാരോടും മരുമകളോടും ഒക്കെ വിളിച്ചു പറയുന്നത് കേട്ടാൽ, ആലയത്തിരിക്കുന്നത് കണ്ടാൽ കന്യാമറിയാം ചില്ലുകൂട്ടിയിരിക്കുകയാണെന്ന് തോന്നും. ചില സമയത്ത് ഭദ്രകാളിയാണോന്നും തോന്നിപ്പോകും. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ എന്തേ വിളിച്ചു പറയാവൂ, അതൊക്കെ വേദപുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. അത് കൃപയോടുകൂടിയതും ഉപ്പിനാ രുചി വരുത്തിയതും കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതൊക്കെ ആയിരിക്കണം. കർത്താവേ കൃപ തരണമേ,
അങ്ങനെയൊക്കെ ജീവിക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നീ ഭാഗ്യവതി, കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചവൾ എന്ന് പറയുമ്പോൾ ആ വീട്ടിൽ ഒരു സീനിയർ മോസ്റ്റ് ഉണ്ട്. ഞങ്ങളെപ്പോലെ സീനിയറായൊരു പാസ്റ്റർ, സെൻട്രൽ പാസ്റ്ററെന്നോ പ്രസിഡൻ്റെന്നോ ഓവർസിയർന്നോ എന്നാ വേണേലും വിളിക്കാം. പണ്ട് പുള്ളി ഭയങ്കര വിശ്വാസമുള്ള ആളായിരുന്നു, നല്ലൊരു പെന്തിക്കോസുകാരനായിരുന്നു. ഇപ്പം പുള്ളി ഒരു ബ്രദറുകാരനെ പോലെ വീട്ടിൽ കുത്തിയിരിക്കുക. പാടുകയില്ല, പ്രാർത്ഥിക്കുകയില്ല, കൈയടിക്കുകയില്ല, ഊമനായി ഇരിക്കുക. ഇങ്ങനെ സഭയിലും കുറേ പേരുണ്ട്. ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് കണ്ടാൽ മയിൽക്കുറ്റി ഇരിക്കാൻ തോന്നും. ഈ റോഡിലെ മയിൽക്കുറ്റി ഇല്ലേ, ഈ മയിൽക്കുറ്റി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, അത് അങ്ങനെ തന്നെ നിന്നോണം. അത് അനങ്ങണമെങ്കിൽ വല്ല വണ്ടിയും ചെന്ന് ഇടിക്കേണ്ടി വരും. ഇതുപോലെ കയ്യും അടിക്കുകയല്ല, വായും തുറക്കുകയല്ല. പള്ളി വന്ന കാലം മുതൽ മയിൽക്കുറ്റി പോലെ ഇരിക്കുന്ന കുറേ പേരുണ്ട്. ഏതാണ്ട് ആ ഒരു ടൈപ്പാണ് ഇപ്പോൾ സെക്കരിയാവും. ദൈവം പറഞ്ഞത് വിശ്വസിക്കാത്തതിൻ്റെ പേര് ശിക്ഷ അനുഭവിച്ച് അങ്ങനെ കുറേ നാളുകൾ പറഞ്ഞാലും മനസ്സിലായില്ല, ഊമനായി. പരസ്പര ആശയവിനിമയം ഒന്നും നടത്താൻ വലിയ പാടാണ്. അച്ചായൻ പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലാകുന്നില്ല, അമ്മച്ചി പറഞ്ഞ അച്ചായനും മനസ്സിലാകുന്നില്ല. ജന്മനാന്നല്ലല്ലോ, അത് ഇടക്കാലം കൊണ്ട് കയറി വന്നതായതുകൊണ്ട് വലിയ പോരാട്ടമാണ്. ഇതുപോലെ ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ അപ്പനും അമ്മയൊക്കെ തമ്മിൽ കീരിയും പാമ്പിനെയും കൂടെ ഒരു കൂട്ടിലിട്ട പോലെ ഉണ്ടാവും. തൊടുന്നതിനും പിടിക്കുന്നതിനും മുഴുവൻ കുറ്റവും കുറവും. അയ്യോ, ഒരു ദൈവകൃപയുടെ വാക്കും പറയേല. ഹല്ലേലൂയ. അച്ചായന്മാരും അമ്മച്ചിമാരൊക്കെ പ്രായം ചൊല്ലും തോറും അധികം കൃപ പ്രാപിക്കണം, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ചാകലുണ്ടാകിയേല, ഓൾഡേജ് ഹോമിൽ പോകേണ്ടി വരും. ഇന്നത്തെ തലമുറകളെ നമുക്കറിയാലോ. അതുകൊണ്ട് ഒതുങ്ങി ദൈവകൃപയോടെ ജീവിച്ചോണം. അപ്പോൾ മറിയ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എലിസബത്ത് അങ്ങ് അനുഗ്രഹിക്കുകയാണ്. ഭയങ്കര ജനറേഷൻ ഗ്യാപ്പാണ് അവർ തമ്മിൽ. മറിയ ഒരു ന്യൂജൻ കൊച്ച, മറ്റേതങ്ങ് സീനിയറായ അമ്മച്ചിയാ. അത് മറിയ കയറി വന്നതെങ്ങനെയാ? കല്യാണത്തിന് മുമ്പേ പകൽ ചിന്തിച്ചതാ, ഗർഭവതിയായി. എൻ്റെ പൊന്നെ, ഇത് സ്വന്തം മോൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന കൊച്ച് ഗർഭിണിയായാൽ പോലും സ്വസ്ഥത കൊടുക്കുകയില്ല. അപ്പം വീട്ടിൽ നമ്മുടെ മകനോ മകൻ്റെ കുഞ്ഞോ മോളോ ഒക്കെ ഗർഭിണിയൊക്കെയായി വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ കിടന്ന് പ്രാകരുത്, ശപിക്കരുത്. നമ്മുടെ അമ്മായിയമ്മ പണ്ട് നമ്മളോട് ചെയ്ത പോലെ ഇപ്പം നമ്മളും ചെയ്യാൻ നിൽക്കരുത്. അതിനൊക്കെ മാതാപിതാക്കൾ പ്രായം ചെന്നവർ വലിയ കൃപ പ്രാപിക്കണം. ഇന്നത്തെ മക്കളാ ഭക്ഷണം കഴിച്ച കൈ സ്വന്തം കഴുകാൻ അറിയാൻ മേലാത്ത പിള്ളേരാ. ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കൊച്ചിനും ചോറ് ഉരുട്ടി വായി കൊടുത്ത് വിട്ടിട്ട് അമ്മ വിടുന്നേ. ഇങ്ങനത്തെ ഒരു കൊച്ചിനെ നമ്മൾ കെട്ടിക്കൊണ്ട് വരുന്നത്, നമ്മൾ കെട്ടിച്ച് വിടുന്നതും ഇങ്ങനത്തെ തന്നെയാണ്. കിടക്കുന്ന വലിപ്പമുള്ള മൊബൈൽ ഫോണുമായിട്ടാണ് വരുന്നത്. ഇതെപ്പോഴും ഈ ചെവിയിലിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങ് പ്രഷർ കയറും. കയറരുത്, വീട്ടിൽ കിടക്കാൻ പറ്റിയല്ല, ഒതുങ്ങിക്കോണം. നമ്മൾ കല്യാണത്തിന് പോലും ചെരുപ്പിട്ടിട്ടില്ല അല്ലേ? കല്യാണത്തിന് ചെരുപ്പ് പോലും ഇല്ലാത്ത അപ്പന്മാരും അമ്മമാരും ഉണ്ട്. കാരണം അങ്ങനെ തോർത്തും കൊണ്ട് ഉടുത്ത് കല്യാണം കഴിച്ചവരുണ്ട്. തോർത്ത് അന്ന് അതൊക്കെ ഉള്ളന്നേ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ വന്ന പെൺകൊച്ചന് അവളുടെ റൂമിലേക്ക് കയറി ചെന്ന ചെരുപ്പ് കടയാണെന്ന് തോന്നും. ഏതെല്ലാം സൈസുകളാണ്. അന്നേരം പിന്നെ കല്യാണത്തിന് പോകാൻ പുതിയൊരു ചെരുപ്പും കൂടെ മേടിക്കുമ്പം അമ്മച്ചിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? സഹിക്കുമോ? കാരണം നമ്മൾ കല്യാണത്തിന് പോലും ചെരുപ്പിട്ടിട്ടില്ല. അപ്പം ഇവിടെ ഈ പുതിയ ചെരുപ്പ് ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെയാ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്. മറിയ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ മറിയമാരും ശ്രദ്ധിക്കണം. ഇന്ന് മറിയമാർ കുറവാണ്. ചെറുക്കന്മാരും ശ്രദ്ധിച്ചോണം. മക്കളെ, നിങ്ങളൊക്കെ എത്ര ഡിഗ്രി പ്രാപിച്ച് എത്ര ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ കയറി ചെന്നാലും ആ വീട് മുടിയാൻ അത് മതി.
വളരെ അപ്പനും അമ്മയൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു പെങ്കൊച്ച് വന്ന കാരണത്താൽ ബോംബിട്ട പോലെ വാടകയ്ക്ക് പോകുന്നു, പ്ലാസ്റ്റിക് കൂടടിച്ച് വേറെ മാറുന്നു. കൃപ ലഭിച്ച ഒരു മറിയ വളരെ ടെൻഷൻ അടിച്ച് ഭാരപ്പെട്ട് ഒളിച്ചു പാർക്കുക. എന്തെല്ലാം ഭാരമാ വീട്ടിൽ. ആ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോ അന്തരീക്ഷം മാറി ആ വീടിൻ്റെ. അതിന് പെൺപിള്ളേർ അഭിഷേകം പ്രാപിക്കാൻ പ്രാപിച്ചോണം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഉപവസിപ്പിക്കണം, പ്രാർത്ഥിപ്പിക്കണം. ഹല്ലേലൂയ. സംസാരിക്കാൻ പഠിപ്പിക്കണം, ആരാധിക്കാൻ പഠിപ്പിക്കണം, ചെല്ലുന്ന വീട്ടിൽ പെരുമാറാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. തലവേദനയായി മാറരുത്. ഒരു വീട്ടിൽ ചെന്നാൽ, നിങ്ങളൊരു കമ്പനിയിൽ കയറിയാൽ, ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ, ഒരു ഫാക്ടറിയിൽ ജോലിക്ക് ചെന്നാൽ, നിങ്ങൾ നിമിത്തം അവിടെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി മാറണം. ഹല്ലേലൂയ. മറിയയുടെ ജീവിതം അങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ജീവിതവുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരുപാട് ചിന്തകൾ വചനത്തിനകത്ത് ചികഞ്ഞെടുക്കുവാനുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്ന കൃപയ്ക്കൊത്തവണ്ണം പ്രാർത്ഥനയോടെ ശാന്തമായി ആ വേദഭാഗങ്ങൾ നിങ്ങൾ കൂടെ വായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആമേൻ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ യേശു ഉദരത്തിരുവായി ഗർഭിണിയായി ആ വീട്ടിൽ 3 മാസം ആ അമ്മച്ചിയും മോളും കൂടെ പാർത്തു. ഒരു വഴക്കോ തമ്മിൽ തല്ലോ ഒന്നുമില്ലായിരുന്നു. വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ അവിടെ അതൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ശാന്തമായി വായിച്ചോണം. പ്രായം ചെന്നവരോട് എങ്ങനെ ഇടപെടണം, യൗവനക്കാരോട് എങ്ങനെ ഇടപെടണം, ഒരു കുഞ്ഞ് ഗർഭിണിയായി വീട്ടിലുണ്ടെങ്കിൽ അവളോട് എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ ഇപ്പോഴാണ് ശാസ്ത്രം കണ്ടുപിടിച്ചേ. പക്ഷെ അതിനൊക്കെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് ഇതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രാപകൽ ധ്യാനിച്ചോണം, പഠിച്ചോണം. അങ്ങനെ ക്രിസ്തീയ ഭവനം പണിതെടുക്കണം. ആ കുടുംബം ദൈവരാജ്യത്തിൻ്റെ ഒരു യൂണിറ്റായിരിക്കും. ഹല്ലേലൂയ. ദൈവരാജ്യം വളരെ വലുതാണ്. എന്നാൽ ആ വലിയ ദൈവരാജ്യത്തിൻ്റെ ഒരു ഔട്ട് പോസ്റ്റാണ് നിങ്ങളുടെ വീട്, നമ്മുടെ വീട്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ പണിതെടുക്കാൻ കൃപ തരണമേ. പാറമേൽ പണിയുന്ന വീടുപോലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ തലമുറകൾ എല്ലാം, മാതാപിതാക്കളെല്ലാം വളർന്നു വരട്ടെ. ദേശത്തത് മാതൃകയാകട്ടെ. ദേശത്തിന് നമ്മൾ വെളിച്ചവും ഉപ്പും അനുഗ്രഹവുമായി മാറട്ടെ. അങ്ങനെ ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചല്ലോ, അവൾ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി, വാഗ്ദത്തം ഉരുവായി. ഏതാണ്ട് നമ്മൾ പറയുന്നത് പോലെ 10 മാസം, ചില്ലറ ദിവസങ്ങളുടെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ 10 മാസം എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉദരത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ടു നടന്ന സമയമായപ്പോൾ വയറ്റിൽ കിടക്കുന്ന ആരാ? നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ എൻജിനീയറോ ഡോക്ടറോ MBAയോ ഒന്നും പഠിക്കേണ്ട ആളല്ല. രാജാതിരാജാവ്, അത്യുന്നതൻ്റെ പുത്രൻ. ആ മോനെ പ്രസവിക്കുന്നത് എവിടെ ആയിരിക്കണം? നമ്മുടെ രാജ്യത്താണെങ്കിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പ്രസവിച്ച ആശുപത്രിയിലെങ്കിലും മിനിമം വേണം. ഡോക്ടർമാരെ സംഘം തന്നെ വേണം, ഗൈനക്കോളജിസ്റ്റുകളുടെ ഒരു നിര തന്നെ വേണം. പക്ഷേ വഴിയരികിൽ എവിടെയോ പ്രസവിച്ചു. കണ്ടോ? വാഗ്ദത്തം പ്രാപിച്ച ദൈവമക്കളെ, ചുമ്മാ ആവശ്യമില്ലാത്ത ഭാവനയും സ്വപ്നവും കണ്ട് മുമ്പോട്ട് പോകരുത്. വിശ്വാസത്തിന് പരിശോധനകളുണ്ട്. ശോധന ചെയ്യപ്പെടാത്ത ഒരു വിശ്വാസവും ഒറിജിനലല്ല. ചിലപ്പോൾ വാഗ്ദത്തം വെണ്ണീരായി മാറും. മാറിയാലും എൻ്റെ കർത്താവ് പറഞ്ഞത് വെണ്ണീരിൽ നിന്നും ആമേൻ എഴുന്നേറ്റു വരുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ആരുടെയോ പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ കൊണ്ട് കിടത്തി. ഞാൻ ചിന്തിക്കുക, എനിക്ക് 3 പെൺകുഞ്ഞുങ്ങൾ, പേരക്കിടാങ്ങളുണ്ട്, കൊച്ചുമക്കൾ. എൻ്റെ മകൾ
കർത്താവിൻ്റെ വേലയിലാണ്. അനായ, ഇവാനിയ, നഥാനിയ. മുണ്ടിയപ്പള്ളി ഷാരോൻ ചർച്ചിലാണ് അവർ ശുശ്രൂഷിക്കുന്നത്. വളരെ വലിയ ചർച്ചാണ്. പിന്നെ ഒത്തിരി ബന്ധം സ്വന്തം. എൻ്റെ ദൈവമേ, ഞാൻ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകുമ്പോൾ വണ്ടിക്കകത്ത് ഈ കുഞ്ഞുങ്ങളുടെ ഉടുപ്പില്ലേ, പൊട്ടിക്കാത്ത ഉടുപ്പ് ഇഷ്ടം പോലെ കയറ്റി അവിടുത്തെ പാവങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആകെപ്പാടെ ഇത്രയുള്ള ഒരു കൊച്ച് എന്തുമാത്രം ഇടുവെന്ന് ഇത് ഡസൻ കണക്കിനാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അമേരിക്കയിൽ നിന്ന് വരുന്നവർ കെട്ട് കണക്കിന്, ഇന്ത്യയിലുള്ളവർ. എന്തപ്പോ ഇത് പോരാഞ്ഞിട്ട് ഓരോ ബർത്ത്ഡേയ്ക്കും ഇഷ്ടം പോലെ നമ്മളും ഞാനും മേടിച്ചു കൊടുക്കാറുണ്ട് പല കുഞ്ഞുങ്ങൾക്കും. പക്ഷേ ഈ വാഗ്ദത്ത സന്തതിക്ക് ഒരു കുഞ്ഞുടുപ്പ് പോലും കിട്ടാൻ സാധ്യതയില്ല. ഈ കൊച്ചിനെ കാണാൻ ആരും ചെല്ലിയേല. അഥവാ അത്ര ബന്ധമുള്ളവർ ചെല്ലണമെങ്കിൽ പവർ കട്ടിൻ്റെ സമയത്തേ പോകൂ. കാരണം വിവാഹത്തിന് മുൻപുണ്ടായ കൊച്ച മാന്യന്മാർക്കൊന്നും പോയി കാണാൻ. അന്നേരം പിള്ളേർ അന്ന് പവർ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കില്ല കേട്ടോ മക്കളെ. പിള്ളേർ അതേ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസായിട്ട് പറയുന്നത്. വാഗ്ദത്തം പോരാട്ടം തുടങ്ങി. ഞാൻ ചിന്തിക്കുക, ഇപ്പം നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ശബരിമലയ്ക്ക് ആൾക്കാർ പോകുന്നു. എത്രയോ ക്രിസ്ത്യാനികൾ പോകുന്നുണ്ട്, ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നവുമില്ല. പഴനിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പൊന്നാനിക്കും പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എല്ലായിടത്തും പോകുന്നു, എല്ലാ മതങ്ങളിലും പോകുന്നു. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസിൽ ഒരാൾ വരട്ടെ. എൻ്റെ പൊന്നെ, ആർക്കെല്ലാമാണോ കൃമികടി, ആരെല്ലാമാണോ കളിയാക്കൽ, ഒറ്റപ്പെടുത്തൽ പിടികിട്ടിയോ? യേശു ഉരുവായാൽ പോരാട്ടങ്ങളുണ്ട്, എതിരുകളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. പലരും കൈവിടും, തള്ളിക്കളയും, കൂടെ നിർത്തില്ല. ഹല്ലേലൂയ. അതിൻ്റെ നടുവിൽ അടിപതറാതെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. എൻ്റെ ഉമതതി കാപ്പാൻ അവൻ ശക്തൻ. ഹല്ലേലൂയ. ആ ഉറപ്പുള്ളവർക്ക് നിൽക്കാൻ കഴിയൂ. നമ്മളൊക്കെ എന്തുമാത്രം നിന്ദകൾ, എന്തുമാത്രം അപമാനങ്ങൾ. ദൈവമേ, ഞങ്ങളുടെയൊക്കെ സ്നാന സമയത്തൊക്കെ അന്നൊക്കെ 6 കൊണ്ട് മൂക്കി വരുന്നത് കളിയാക്കൽ. ഈ ഒരു വക മരത്തിൻ്റെ കൊമ്പൊക്കെ ഈ ചെളിയിൽ മുക്കി ഇങ്ങനെ നമ്മളെ തളിച്ചു വിടുക, ചാണകവെള്ളം കലക്കുക, എന്തല്ലോ വീടിൻ്റെയൊക്കെ മുമ്പിൽ പാട്ട കൊട്ടി കളിയാക്കുക, സ്കൂളിൽ പോകുമ്പം കളിയാക്കുക. അതേസമയത്ത് കള്ളും കുടിച്ച് അരയിലെടുക്കേണ്ട തുണി തലയിൽ കെട്ടി ഒന്നുമില്ലാതെ വഴി കിടന്ന് പട്ടി കിറിയയിലും ഉള്ളി അത് നക്കി കുടിക്കുന്നവനുണ്ട്. അതിനെ ആർക്കും കളിയാക്കണ്ട. കഞ്ചാവടിച്ച് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാതെ അവിടെ ഇവിടെയും കയറി തല്ലും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ജയിലിലും കിടന്ന് നികുതി ചീട്ട് കൂടി ജാമ്യത്തിലിറക്കി വരുന്നവന് ഒരു കുഴപ്പമില്ല. ആരെങ്കിലും രക്ഷിക്കപ്പെട്ട് യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ച സ്വന്തക്കാർക്കും നാട്ടുകാർക്കെല്ലാം അത് തന്നെ ആമേൻ സത്യത്തിൻ്റെ പാതയിലാണ് നീ എന്നുള്ളതിൻ്റെ തെളിവാണ്. ഹല്ലേലൂയ. മറിയയ്ക്ക് പോരാട്ടം തുടങ്ങി. കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, നഴ്സറി ചേർക്കാൻ സമയമായി. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എവിടെ ചേർക്കണം? ഇപ്പം രാജാവാകേണ്ടവനാ. നമ്മളെപ്പോലെ ഏതെങ്കിലും ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ട് ചേർത്താൽ പോരാ. ICCയോ ഇനി അതിലും വലുത് വല്ലതും ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല മികവുറ്റ സ്കൂളിൽ കൊണ്ട് ചേർക്കേണ്ടതാ. കാരണം രാജാവാകേണ്ടവനാ. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അംഗൻവാടികളുണ്ട് സാധാരണ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും പാൻറ്റും കോട്ടും ടൈയൊക്കെ കെട്ടി ഇവനൊക്കെ സ്കൂളിൽ പോകുന്ന കണ്ട ബഹിരാകാശത്ത് പോകാൻ തോന്നും. സത്യമല്ലേ? നമ്മളെങ്ങനെയാണ് സ്കൂളിൽ പോയേ? എൻ്റെ ദൈവമേ, മൂട് കീറിയ ഒരു നിക്കറും ഇന്നതൊന്നും ഒരു സ്ലൈറ്റ് ഉണ്ട്, അതൊക്കെ പൊട്ടിച്ചിട്ട് അതിങ്ങനെ പിടിച്ചോണ്ടാണ് പോകുന്നത്. പ്ലാസ്റ്റിക് കൂടിനകത്തൊക്കെ ഇട്ട് ഒരു കുടുംബത്തിന് ഒരു കുടയാണ്. കുടുംബത്തിന് വാഴയുടെ ഇലയൊക്കെ ചൂടി, ചേമ്പിൻ്റെ ഇലയൊക്കെ ചൂടി. എന്നിട്ട് എഴുതുന്നൊരു കല്ല് പെൻസിലുണ്ട്, 10 വയസ്സ് കഴിഞ്ഞ് ഇത്രയും കിട്ടും. അത് ഇങ്ങനെ ആട്ടും കാട്ടാൻ പോലെ ഇത്രയും മുറിച്ച് തരുള്ളൂ. അത് കളഞ്ഞാൽ തല്ല. അയ്യോ, വീട്ടിൽ കയറി ചെന്നേക്ക് ഒരു ലോഡ് പേന കാണും. അല്ലേടാ മക്കളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജനിക്കാൻ ദൈവം കൃപ തന്നു ഓർത്ത ദൈവത്തെ സ്തുതിച്ചോണം.
വീട്ടിൽ നിന്ന് സ്കൂൾ വണ്ടി, സ്കൂൾ വണ്ടി നിന്ന് സ്കൂള്, സ്കൂളിൽ നിന്ന് വണ്ടി, വണ്ടി നിന്ന് വീട്, വീട്ടിൽ വരുമ്പോൾ നൂഡിൽസ്, എന്തല്ല വേടമോനെ, ദോശ, പൂട്ട്, എന്തല്ല. ഇതൊന്നും വേണ്ട പിള്ളേർക്ക്. നമ്മളൊക്കെ പള്ളിക്കൂടം വിട്ട് വന്നിട്ട് മരച്ചീനി മാന്തണമായിരുന്നു. അത് ഇന്നത്തെ പോലെ നല്ല കായ്പ് പ്ലാവിൻ്റെ മുകളിൽ കയറി ചക്ക പറിച്ച് തിന്നണമായിരുന്നു. ഹല്ലേലൂയ. യേശു കുഞ്ഞിന് വലിയ സിലബസ് ഒന്നും കിട്ടിയില്ല. തളർന്നു പോകല്ലേ, വാക്തത്വമുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്വപ്ന ലോകം മുമ്പിൽ തുറക്കണമെന്നില്ല, വഴികൾ തുറക്കണമെന്നില്ല, വാതിലുകൾ അടഞ്ഞു കിടക്കാം, പട്ടിണി കിടക്കേണ്ടി വരും, നഗ്നത ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും, ഒറ്റപ്പെടലുകൾ, കടബാധ്യതകൾ, ആമേൻ, ഒക്കെ ജീവിതത്തിൽ അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ജീവിതത്തിൽ കാണേണ്ടി വരും. അവിടെയൊന്നും വിശ്വാസം വിട്ടു പോകരുതേ, അവിടെയൊന്നും സഭ മാറിപ്പോകരുതേ. കർത്താവ് എന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തൻ. അങ്ങനെ ഞങ്ങളൊക്കെ പഠിച്ചതുപോലെ ഏതോ സർക്കാർ സ്കൂളിൽ, ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ മക്കൾ ഒരു പള്ളിക്കൂടം 100-500 പിള്ളേരാണ്, ഒരു സാറ്. നമ്മൾ തന്നെ സ്കൂൾ അടിച്ചു വാരുന്നു, നമ്മൾ തന്നെ പഠിക്കുന്നു, നമ്മൾ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ തിന്നുന്നു, നമ്മൾ തന്നെ ചെമ്പ് കഴുകി വെക്കുന്നു. അങ്ങനത്തെ ഒരു പള്ളിക്കൂടമായിരുന്നു. ഹോ, ഇന്നൊക്കെ എൻ്റെ കർത്താവ് ട്യൂഷൻ എന്തെല്ലാമാണോ. എന്നിട്ടും നിങ്ങളൊന്ന് അഭിഷേകം പ്രാപിക്കുന്നില്ലല്ലോടാ, എന്നിട്ടും ഒന്ന് സ്തോത്രം പറയുന്നില്ലല്ലോ. യേശു SSLC പാസ്സായി എന്ന് ചിന്തിക്കുക. പ്ലസ് ടു ഇപ്പോൾ പ്ലസ് ടു ആണല്ലോ സ്കൂൾ ലെവല്. ഇന്ത്യയിൽ സ്റ്റേറ്റ് സിലബസ് മുതൽ സകല സിലബസ് എടുത്താലും ഏറ്റവും മാർക്ക് യേശുവിനായിരിക്കും. അത് ട്യൂഷൻ ടീച്ചറും എടുക്കുകൊണ്ടല്ല, സൺഡേ സ്കൂളിന് വിടാതെ ട്യൂഷന് വിട്ടത് കൊണ്ടുമല്ല. ഗതികേട് നമ്മുടെ പിള്ളേരെങ്ങാനും സ്കൂളിൽ കൊണ്ടുചേർത്ത് അന്ന് മുതൽ ഒറ്റ യോഗത്തിന് കൊണ്ടുവരികയില്ല. അത് ട്യൂഷൻ, അത് പരീക്ഷ, പിന്നെ അത് ഇപ്പോഴത്തെ സ്കൂളിൽ നേഴ്സറി പോലും അസൈൻമെൻറ്റ് വെക്കുകയും ചെയ്യണം കൊച്ച്. പിന്നെ എന്നാ ചെയ്യുമെന്ന് യോഗത്തിന് ഒരു പറപോനിട്ട് പണിയെടുപ്പിക്കുന്ന പോലെ പിശാച് പിള്ളേരൊന്നും ആരാധനയ്ക്കും വരികയില്ല, പ്രാർത്ഥനയ്ക്കും വരികയില്ല. ഇങ്ങനെയൊക്കെ പഠിച്ച് പോയിട്ട് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല. യോസേപ്പിൻ്റെയും മറുപടിയും വീട്ടിലേക്കുണ്ടല്ലോ സകല ചാനലുകാരും, 24, ഏഷ്യാനെറ്റ്, എല്ലാവരും. കാരണം അത്ര മാർക്കല്ലേ. എൻജിനീയറിംഗ് കോളേജുകാരൻ, നേഴ്സിംഗ് കോളേജുകാരൻ, മെഡിസിൻകാരൻ ഈ കൊച്ചിന് അഡ്മിഷൻ കൊടുത്താലേ നമ്മളതിനൊക്കെ എന്നൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് പാസ്സാവുകയും പഠിക്കുകയും ചെയ്യല. ഇനി കുറച്ച് ചാണകവെള്ളം കലക്കി കൊടുത്തു നോക്ക്. കാരണം എന്നാ, ഇത് സിലബസിൻ്റെ മിടുക്ക്, ടീച്ചറിൻ്റെ മിടുക്കല്ല, കോച്ചിൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതിൻ്റെ ഗുണമാ. പിടികിട്ടിയോ? അപ്പൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ തലമുറ അനുഗ്രഹിക്കപ്പെടും. ചുമ്മാ ബ്രദറുകാരനെ പോലെ പള്ളി വന്നു പോയ തലമുറ അനുഗ്രഹിക്കപ്പെടുകയല്ല. അപ്പൻ ആത്മാവിൽ ആരാധിക്കണം, അപ്പൻ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കണം, അപ്പൻ സഭയെ കിടന്ന് വഴിക്കൊണ്ടാക്കരുത്, അപ്പൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കേണ്ടതെല്ലാം കൃത്യമായി കൊടുത്തോണം. അമ്മ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളിൽ അന്യഭാഷയുണ്ടാകണം. നിങ്ങളുടെ പ്രഭാത പ്രാർത്ഥനകളിൽ ആരെങ്കിലും കർത്താവിൻ്റെ ദാസന്മാർ വന്ന് തൊണ്ട വലിച്ചു കയറുമ്പോൾ കടന്ന് തുള്ളിച്ചാടുന്നത് മാത്രമല്ല, ആത്മീയാരാധന. നിങ്ങളുടെ വീടുകളിലെ ഓരോ പ്രാർത്ഥനകളും ആത്മനിറവിൻ്റെതാകട്ടെ. ഇന്ന് പല വീട്ടിലും പ്രാർത്ഥനയില്ല, കോമഡിയാ. സന്ധ്യയാകുമ്പോൾ സീരിയല്, സിനിമ, കോക്കാമ്പീച്ചി, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇപ്പം വിശക്കുമല്ലോ, ശാപ്പാടും കൂടെ അടിച്ചിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. അയ്യോ, ഈ റാന്നിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഓഞ്ഞു പോയ പ്രാർത്ഥന എന്ന് പറയും. പാസ്റ്റർ മണക്കാലെ പഠിച്ചാണല്ലോ, അത് ഏകദേശം ആ ഭാഷയൊക്കെ അറിയാം. പിശാചിന് പോലും വേണ്ടാത്തൊരു പ്രാർത്ഥന. നീ എല്ലാം അറിയുന്നല്ലോ, ഞാനിതാ മറിയുന്നേ എന്ന് പറഞ്ഞൊരു കിടപ്പും. ഇങ്ങനെ പ്രാർത്ഥിക്കാതെ കിടക്കുന്നവർ രാവിലെ പ്രാർത്ഥിക്കാൻ പറ്റും. പിശാച് ചപ്പിയ പോലെ എഴുന്നേറ്റ് വരുന്നത്, കോട്ടുവായും വിട്ട് 2 കാലും വിറ്റ് ചെയ്ത് ഓടുക.
പിന്നെ തിരിച്ച് വീട്ടിൽ വരും, ചേക്കേറും, ചാപ്പാടടിക്കും, പിന്നെയും ശങ്കരൻ തെങ്ങേ തന്നെ. വീട്ടിൽ കിടന്ന ഒരു ഉറക്കവും ഇല്ല. പക്ഷെ ഇവിടെ ആരാധനയ്ക്ക് വന്ന ഫുൾ ഉറക്കമാണ്. നല്ല കാര്യം, അങ്ങനെയെങ്കിലും ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങിയല്ല. ആരാധനയ്ക്ക് വന്നാ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? സ്വോത്രം. മാതൃഭൂമി, മനോരമ, ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്, ചന്ദ്രിക, സകല പേപ്പറും വായിക്കും അല്ലേ? ഇന്ന് നമ്മൾ എന്തായാലും പേപ്പർ വായിക്കും, നാളെ എന്തായാലും വായിക്കും. ആത്മാത്മി, BJP ഡൽഹി വായിച്ചോ. പക്ഷെ വേദപുസ്തകം കയ്യിലെടുത്ത അനസ്തേഷ്യ കൊടുത്ത പോലെയാ. അങ്ങനത്തെ പെന്തക്കോസ്തുകാരന്മാരുണ്ട്. ഏതായാലും അങ്ങനെയുള്ളവരൊന്നും ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ 5-6 അച്ചാമാരെ വന്നിട്ടുള്ളൂ, കുറച്ച് അമ്മാമ്മമാരും. സത്യമല്ലേ? അത് ഇച്ചിച്ചിയാ. സീരിയൽ കണ്ട ഉറക്കം വരുമോ? പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴോ? ഭൂതം കയറുന്ന കയറ്റം കണ്ടോ? നരകത്തിലേക്ക് പിശാച് കെട്ടി വലിക്കുന്നത് കണ്ടോ? ഇന്ന് രാത്രി മടങ്ങിവോ, വാഗ്ദത്തം പ്രാപിപ്പാൻ. കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന മാതാപിതാക്കൾ എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ തലമുറകൾ ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരും ആമേ സുവിശേഷകന്മാരുമായി മാറട്ടെ. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷക്തകളും അഭിഷക്തന്മാരുമായി നിങ്ങളുടെ തലമുറകൾ മാറുവാൻ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നിങ്ങൾ നല്ല വിശ്വാസിയായി ജീവിക്കുക. നിങ്ങൾ ആത്മാവിൽ യേശുവിനെ ആരാധിക്കുക. ഓ ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ മാർക്ക് ഇനി MBBS-ന് വിടണോ, എൻ്റെ പൊന്നെ നേഴ്സിങ്ങിന് വിടണോ, എയറോനോട്ടിക് എഞ്ചിനീയറിന് വിടണോ, ഫാം ഡിക്ക് വിടണോ, B.Pharm-ന് വിടണോ, ആകെ ചർച്ചയാ. പക്ഷേ ജോസഫും മറിയയും കൂടി തീരുമാനം എടുത്തു, പഠിച്ചൊക്കെ മതി. കഞ്ഞി കുടിക്കാൻ എനിക്കൊരു തൊഴിലുണ്ടല്ലോ, കൊച്ചത് പഠിക്കട്ടെ. സത്യമല്ലേ? പരിശുദ്ധാത്മ പറഞ്ഞെന്താ? വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ വിളിക്കപ്പെടും, അവൻ രാജാവാകും, ദാവീദിന് സിംഹാസനം കിട്ടും. പക്ഷേ ഇന്ന് കഞ്ഞി കുടിക്കാൻ പണ്ടത്തെ കാലത്തെ പോലെ അങ്ങ് ഭാവന കാണാം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈ വെൽഡിങ് പരിപാടിയാണ്. പണ്ട് ഇതൊക്കെ മരത്തിൻ്റെ പണിയാണ് അല്ലേ? ആശാരി വന്നിട്ട് കഴുക്കോലൊക്കെ കണക്കൊക്കെ ഉണ്ട്, ഓടൊക്കെ മേഞ്ഞ് കട്ടലയും ചെല്ലൊക്കെ ഉണ്ടോ. രാജാവാകുന്ന ഗബ്രിയേൽ മറിയോട് ഇപ്പം മോൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി നാട്ടുകാരെ വീട് പണിതുകൊണ്ടിരിക്കുക. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സഭ മാറിപ്പോകുന്നേ. നമ്മൾ പറയും എല്ലാം കള്ളന്മാരാന്ന് പറയും. നമുക്കിന് അങ്ങനെ ഒരു ഗതികേടുണ്ട്. രക്ഷിക്കപ്പെട്ട സഭയെ കാലത്തിൽ നിൽക്കാൻ യോഗമില്ലാത്തവരാ. സൗകര്യപ്രദമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഞാൻ അങ്ങോട്ട് അധികം കടക്കുന്നില്ല, കാരണം കാര്യം നടക്കുന്നില്ല. പിന്നെ ഇപ്പോൾ സഭ മാറുക എന്നല്ലാതെ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും? മറിയയുടെ കൊച്ച് കൂലിപ്പണിക്കാരനായി. സ്റ്റേറ്റ് കാറിൽ പോലീസ് അകമ്പടിയോടെ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഇന്നത്തെ പോലെയാണെങ്കിൽ മറിയ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാ. അതൊക്കെയാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കൂലിപ്പണിയെടുത്ത് നടക്കുകയാ. ഹല്ലേലൂയ. അവിടെയും മറിയ വിശ്വസിച്ചു. കർത്താവ് എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, കർത്താവ് പറഞ്ഞത് സംഭവിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ തലമുറകളുടെ പഠനം, മാർക്ക്, തോൽവി, അഡ്മിഷൻ, അവരുടെ ആരോഗ്യം, അവരുടെ അനുസരണം, ആത്മീയത ഒന്നും കണ്ട് നിങ്ങൾ തളരണ്ട. കർത്താവ് കുഞ്ഞു ഉദരത്തിൽ കിടന്നപ്പം പറഞ്ഞിട്ടുണ്ടെന്ന്, വയറ്റിൽ കിടന്നപ്പം പ്രവാചകൻ തലവെച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്, പല ദൂതുകൾ പറഞ്ഞിട്ടുണ്ടെന്ന്. പിശാചിൻ്റെ പദ്ധതി നടക്കയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ ഈ തലമുറയെ ദൈവം തൊടും. ഏതെങ്കിലും ഒരു യുവജന ക്യാമ്പിൽ, ഏതെങ്കിലും ഒരു സെമിനാറിൽ, ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ, ഏതെങ്കിലും ഒരു കാത്തിരിപ്പ് യോഗത്തിൽ, ഏതെങ്കിലും ഒരു സഭായോഗത്തിൽ നമ്മുടെ തലമുറകളെ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാതിരിക്കയില്ല. ആമേൻ. വിശ്വസിച്ച്
വിശ്വസിച്ച് നിങ്ങൾ മുൻപോട്ട് പോയിക്കോ. കർത്താവ് പറഞ്ഞതേ സംഭവിക്കൂ. കാലം എങ്ങനെയായാലും, കാലഘട്ടം എങ്ങനെ മാറിയാലും, എന്തെല്ലാം പോരാട്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ തലമുറ വാഗ്ദത്ത സന്തതിയാണ്. അതിന്റെ റൈറ്റ് ടൈമിൽ കർത്താവ് അവരെ ഉപയോഗിക്കും. ആകുലപ്പെടണ്ട, നീറിപ്പുകയണ്ട. ഇന്നൽപ്പം പിന്മാറ്റമുണ്ടാകും, ഇന്നൽപ്പം അനുസരണക്കേടുണ്ടാകും, ഇന്ന് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും താല്പര്യമില്ല, ഇന്ന് മൊബൈലുകളിൽ തന്നെയായിരിക്കും, ഇന്ന് ദേഷ്യവും കോപവും ആയിരിക്കും, ഹല്ലേലൂയ, പറഞ്ഞാൽ കേൾക്കുകയിലായിരിക്കും. എന്നാൽ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ അവരെ ശപിക്കണ്ട, നിങ്ങൾ അവരുടെ ഒത്തിരി വഴക്കുണ്ടാക്കണ്ട. വാഗ്ദത്തം ചെയ്തവന്റെ കരങ്ങളിൽ കോഴി മുട്ടയുടെ മേൽ അടയിരിക്കുന്നത് പോലെ അടയിരുന്നാൽ മതി. തലമുറകളെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന സമയമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മക്കളെ, നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം. മക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ ഈ ലോകത്തിന്റെ മക്കളല്ല, ലോകപ്രകാരം വളരേണ്ടവരല്ല. നിങ്ങൾ ആത്മീയരാണ്, നിങ്ങൾ ആത്മാവിൽ വളരേണ്ടതാണ്. നിത്യജീവനെങ്കിലേക്ക് നിങ്ങൾ എത്തേണ്ടതാണ്. നിങ്ങൾക്ക് വേണ്ടി നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയതല്ല ദൈവം റിസർവ് ചെയ്തിട്ടിരിക്കുകയാ. ആ ചെയറിൽ പ്രപഞ്ചത്തിൽ ഒരുത്തനും ഇരിക്കാൻ ദൈവം അനുവദിക്കയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പൊക്കിയെടുത്ത് നീ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുത്തിക്കൊള്ളൂ. ജോസഫിന്റെയും ദാനിയേലിന്റെയും ഒക്കെ ചരിത്രം അതല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. 30 വയസ്സായി. ഇനി ബോവസുവാസ ഏത് യൂണിവേഴ്സിറ്റി വിട്ട് പഠിപ്പിക്കാനാ? ഇനി എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെയും കെട്ടിച്ച് ഞാൻ പകല് പറഞ്ഞ പോലെ പഞ്ചായത്തിൽ ഒരു വീടും കിട്ടി, അത്രയ്ക്ക് വകുപ്പേ ഉള്ളന്നേ. പക്ഷേ യേശു സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഇന്ന് നമ്മുടെ പിള്ളേരെ സ്നാനപ്പെടുത്തുന്ന എങ്ങനെ? വെള്ളം കാണാത്ത കന്നുകാലിയെ വെള്ളത്തിൽ ഇറക്കുന്ന പോലെയാ. അമ്മ മുമ്പിൽ നിന്ന് വലിക്കണം, അപ്പൻ പുറകിൽ നിന്ന് തള്ളണം. എടാ +2 കഴിഞ്ഞില്ല, എടാ ഇനി മുങ്ങാതെ പോയാൽ എങ്ങനെയാടാ? മുങ്ങടാ, മുങ്ങടി. വെറുതെ പോത്തിനെ വെള്ളത്തിൽ മുക്കുന്ന പോലെ. യാതൊരു രൂപാന്തരവും ഇല്ല, സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. മുങ്ങിക്കയറുന്നത് മൊബൈലും കൊണ്ട് പിന്നെ അവൻ്റെ വഴിക്കാം. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ മക്കളെ. നിങ്ങൾ രക്ഷിക്കപ്പെടണം. നിങ്ങൾ സ്നാനപ്പെടാൻ മാതാപിതാക്കളോട് പറയണം, പാസ്റ്ററോട് മക്കളോട് പറയണം, പസങ്ങളെ എനിക്ക് സ്നാനപ്പെടണം, ഹല്ലേലൂയ, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, അതിന് ഉപവാസ പ്രാർത്ഥന ഇരിക്കണം, ഹല്ലേലൂയ, സ്തോത്രം. സ്നാനപ്പെട്ട് കയറിയ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 40 ദിവസം ഉപവസിച്ചു. നമ്മുടെ പിള്ളേരൊക്കെ ഉപവസിക്കുന്നുണ്ടോ? ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞായറാഴ്ച മെസ്സ് ക്ലോസാ. ഇന്നത്തെ തവിയല്ല, ചിരട്ടത്തവിയ. ഇത്രയും നീളമുള്ള അതിൻ്റെ കണയാ. തിരിച്ചു പിടിക്കും അമ്മ അങ്ങോട്ടൊക്കെ നോക്കിയ. ഒരു രക്ഷയില്ല മക്കളെ. 5-6 കിലോമീറ്റർ നടക്കണം പള്ളി പണി. 6 കിലോമീറ്റർ ഒരു സൈഡ്. ബസ് ഓട്ടോറിക്ഷയൊന്നുമില്ല. സഭായോഗം തുടങ്ങുന്നതിനേ സമയമുള്ളൂ, നിർത്തുന്നതിന് സമയമൊന്നുമില്ല. അങ്ങ് നടത്തിപ്പും ഇച്ചിരി പരിജ്ഞാനക്കേടും എല്ലാം ഉള്ളതുകൊണ്ട് അതങ്ങ് പോവുക. നല്ല ആത്മനിറവും ആരാധന ആശീർവാദം പറയുമായിരിക്കും ഭൂതോളകുന്നത്. എൻ്റെ പോലെ 4 മണി വരെ ആരാധന പോകുന്ന കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് 6 കിലോമീറ്റർ നടന്ന് വീട്ടിൽ വന്നിട്ട് അത് ഫുള്ള് ഉപവാസമാണ്. അതിൻ്റെയൊക്കെ ബലമാ ഇന്നും ഇങ്ങനെ കർത്താവിനെ പ്രസംഗിക്കാൻ. കുഞ്ഞുങ്ങളൊക്കെ ഉപവസിച്ചോണം കേട്ടോടാ മക്കളെ, ഉപവസിച്ചോണം. പെൺപിള്ളേർ ഉപവസിപ്പിച്ചോണം. അല്ലേലും ഞായറാഴ്ച ഒന്നിനും ആഹാരം കൊടുക്കരുത്. സഭായം കഴിഞ്ഞിട്ട് അങ്ങനെ ചാകുകയാണ്, ചാകട്ടെന്ന്. സ്വോത്രം. അങ്ങനെ വളർത്തണം പിള്ളേരെ. ഇത് 15 വയസ്സായതിനും പൊതിച്ചോറുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ വൃത്തികേടാക്കി തൂക്കുകയില്ല, ഉറുമ്പും കയറി. അടുത്തിരിക്കുന്ന കൊച്ചിന് കൊടുക്കും, എന്നിട്ട് അത് കറന്ന് കാറുക, അതിനെ കാണിച്ചു ഇതിന് തീറ്റുക. ഇതൊക്കെ നമ്മുടെ തന്നെ നടക്കുള്ളൂ, വേറൊരിടത്ത് നടക്കുകയല്ലോ. നടക്കെ വളർത്തേണ്ടുന്ന വഴി അവരെ വളർത്തണം. ഹല്ലേലൂയ. 40 ദിവസം ഉപവാസം കഴിഞ്ഞ് യേശുവിൻ്റെ അമ്മച്ചിയെയും ശിഷ്യന്മാരെല്ലാം കല്യാണം വിളിച്ചിരുന്നു. നമുക്കൊരു കുഴപ്പമുണ്ട്, ഞായറാഴ്ച സഭായം മുടക്കി കല്യാണത്തിന് പോകും. അങ്ങനത്തെ പാർട്ടികളുണ്ട്, അങ്ങനത്തെ പെന്തിക്കോസുകാരുണ്ടെന്നേ. പാല് കാച്ചിന് അയ്യടാ. ഇവിടെ ഉപവാസത്തിന് നമ്മൾ കർത്തൃമേശം നുറുക്കുമ്പം അവൻ അവിടെ ഇരുന്ന് ചിക്കൻ കാല് കട്ടിച്ച് വലിക്കുക പെന്തിക്കോസുകാരൻ. അവൻ്റെ തൊണ്ടയിൽ എല്ല് കൊടുക്കാത്ത മഹാഭാഗ്യം. അങ്ങനത്തെമാർ വല്ലതും ഉണ്ടെങ്കിൽ ഗുണപ്പെട്ടോണം.
ഇങ്ങനെ യോഗം മുടക്കി കല്യാണത്തിന് പോയതല്ല. ഞായറാഴ്ചയെ പോകൂ. എല്ലാ മരുന്നും പോകുന്ന ഞായറാഴ്ച, സകല പരിപാടി ഞായറാഴ്ച. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കൈ ഉയർത്തണ്ട, അകത്ത് ഒന്ന് സ്വോത്രം പറഞ്ഞുകൊണ്ടിരുന്നു വേണം. അവിടെ ഒരു ടെൻഷൻ വീഞ്ഞു തീർന്നു പോയി. അവിടെ തുടങ്ങിയതാ. 10-30 കൊല്ലം വാക്തത്വമായിട്ട് പുലബന്ധം പോലുമില്ലാത്ത മറിയുടെയും യേശുവിൻ്റെയും ജീവിതം, ഒരു സാധ്യതകളുമില്ലാത്ത ജീവിതം. വാക്തത്വം ചെയ്തവൻ സമയമായപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി. പിന്നെ എടുത്തു വെച്ച പണി പകുതിക്കിട്ട് യേശു പോയിട്ടില്ല, അത് തീർത്തു കൊടുത്ത് കാണും. പിന്നെ പണിക്ക് പോയില്ല. അന്തരീക്ഷം മാറി. 10,000 യേശുവിൻ്റെ പിന്നാലെ. മുടന്തൻ നടക്കുന്നു, കുരുടൻ കാണുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചവൻ ഉയർക്കുന്നു, കടലിനെ ശാസിക്കുന്നു, കടലിൻ്റെ മീതെ നടക്കുന്നു. ഭൂതഗ്രസ്തനെ, മഹാകൊടും പാപികളെ, സമൂഹത്തിന് നന്നാക്കാൻ കഴിയാത്തതിനെല്ലാം രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ ജൈത്രയാത്ര. ഹല്ലേലൂയ. 10-30 കൊല്ലം വാക്തത്വമൊന്നും കാര്യമായി നടന്നില്ലെങ്കിലും ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തുടങ്ങി. ഇന്ന് രാത്രിയിൽ കാലങ്ങൾ ഇതുവരെ കാര്യമായൊന്നും ചെയ്തില്ലെങ്കിലും 2025 ദൈവം നമുക്ക് തന്നില്ലേ? ഈ ആണ്ട് ചില വാക്തത്വങ്ങൾ മുളച്ചു വരുന്ന, പൊങ്ങി വരുന്ന, മറന്നുപോയ, മടുത്തുപോയ, ഇനി നടക്കയില്ലെന്ന് വിധി എഴുതിയ ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് മഞ്ഞും മഴയും അയക്കുന്ന ഒരാണ്ടാണ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ച് മടങ്ങിവാ. കാലങ്ങൾ എത്ര മുമ്പോട്ട് പോയാലും ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്ത യേശു നമ്മുടെ ദൈവമാണ്. കുഞ്ഞാടിന്റെ രക്തം ജയം, രക്തം ജയം, രക്തം ജയം. തളർന്നു പോകല്ലേ, മടുത്തു പോകരുതേ. വർഷങ്ങൾ പിന്നിട്ടാലും സാരമില്ല. 90 വയസ്സായാലും 99 വയസ്സായാലും വാക്ക് പറഞ്ഞവൻ മാറുകില്ല, വാക്തത്വം ചെയ്തവൻ മാറുകില്ല. നമ്മുടെ യേശു വിശ്വസ്തനാണ്. നമ്മൾ ഉറച്ചു നിൽക്കുക. ഇന്ന് രാത്രി ജീവിതത്തിന്റെ അവിശ്വാസങ്ങൾ, പിന്മാറ്റങ്ങൾ, തളർച്ചകൾ എല്ലാം മാറ്റിക്കേ. പണ്ടത്തെ പോലൊരു നല്ല കാലത്തിലേക്ക് മടങ്ങി വന്ന് വിശ്വാസം വർദ്ധിക്കട്ടെ. കേൾക്കുന്ന ഈ വചനത്താൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. വാക്തത്വത്തിന് വേണ്ടി നിങ്ങളെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. 10-30 കൊല്ലം തലകുനിച്ച് നടന്ന മറിയ. നമ്മളൊക്കെ ആണെങ്കിൽ ദൂതൊക്കെ എഴുതി വെക്കുമല്ലോ, ഡയറി കത്തിച്ച് കളയും. കാരണം കുറേ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ബൈബിളിൻ്റെ പുറകിൽ വെള്ള പേപ്പർ അവിടെ എഴുതിയിടും. അവസാനം ബൈൻഡ് ചെയ്യുമ്പോൾ അത് എടുത്ത് കളഞ്ഞേക്കാൻ പറയും. കാരണം ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചോണം. രാജാവാകുമെന്ന് തോന്നുന്നു. ഈ വർഷം പ്രധാനമന്ത്രി ആയില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉറപ്പാ. അത്ര ഓട്ടാ. അടുത്ത വർഷം 100 മേനി രാജാവ് തന്നെ. ഹല്ലേലൂയ. അറിയാം, തല കുനിച്ച് നടന്ന മറിയ തലയുയർത്താൻ തുടങ്ങി. ആമേ. സഭായോഗത്തിൽ സാക്ഷ്യം പറഞ്ഞില്ല, വേദോത്സവം വായിച്ചില്ല, ഇങ്ങനെ വന്നിരിക്കുക. എന്നാന്നറിയാവോ? വലിയ കാര്യമൊന്നുമല്ല. അന്ന് കോഴി തലേന്നിട്ട മുട്ട കാക്ക എടുത്തുകൊണ്ട് പോയി. നമ്മൾ ആരാധിക്കായിരിക്കും, അത് മതി. ഇവിടെ ഇരിക്കുമ്പോൾ കാക്ക കൊട്ട കൊണ്ടുപോയി, അത് കുഞ്ഞിന് വാട്ടി കൊടുക്കേണ്ടതായിരുന്നു, പൊരിച്ചു കൊടുക്കേണ്ടായിരുന്നു, ഓംലേറ്റ് അടിക്കേണ്ടായിരുന്നു, കാക്ക കൊണ്ടുപോയല്ലോ. നമ്മൾ ആരാധിക്കാതിരിക്കാൻ വലിയ കാര്യമൊന്നും വേണ്ട. യോബിന് വന്ന പോലെ എങ്ങാനും കുറേ ആട് ചത്തുപോയാലോ? വന്ന സമുദായത്തെ തിരിച്ചു പോയി കളയും. ഹല്ലേലൂയ. ഉറച്ചു നിൽക്കണം കേട്ടോ.
വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, കാറ്റടിക്കും, നിങ്ങളുടെ വിശ്വാസ ഭവനത്തിന് നേരെ ആഞ്ഞടിക്കും. വീഴരുത്. വാഗ്ദത്തത്തിൽ പിടിച്ചു നിന്നോണം. വിട്ടുകൊടുക്കരുത്. അപ്പൻ്റെ പാദപീഠം കെട്ടിപ്പിടിക്കണം. കുരിശിനെ കെട്ടിപ്പിടിച്ചോണം. പിന്മാറുകയില്ല ഞാൻ. നോ ടേണിംഗ് ബാക്ക്. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ രക്തം ജയം, രക്തം ജയം. കട്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ജീവനോ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഓരോ ശക്തിക്കും യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, യേശുവിൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് എന്നെ പുറകോട്ട് മാറ്റുവാൻ കഴിയുകയില്ല. ഒരു പടി കൂടെ മുൻപോട്ട്. ക്രിസ്തീയ ജീവിതം ഒരു പടി കൂടെ മുൻപോട്ട്. ഇന്ന് രാത്രി ആഴമായി സമർപ്പിക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. യോസേഫും യേശുവും കൂടെ പണിയെടുത്ത് നടന്ന കാലത്ത് ഇത്രയും സമൃദ്ധി ഉണ്ടായിട്ടില്ല. ഇപ്പം ഫ്രിഡ്ജ് നിറച്ചും മീനും അപ്പോക്കെയാ. കാരണം മോൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോഴേ 12 കൊട്ട ബാക്കി മുഴുവൻ അവർ കൊണ്ടുപോയിക്കോണം. പത്രോസ് ഒരു കൊട്ട മറിയി കൊടുക്കാതിരിക്കുമോ? ഉണ്ടോ? പിള്ളേർക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിക്കോണം. സയൻസ് പഠിക്കാൻ പറ്റാത്തതിനെ ഞെക്കി സയൻസ് പഠിപ്പിച്ച് അതിനെ കൊണ്ട് നേഴ്സിങ്ങിനോട്ട് പഠിക്കാൻ പറ്റുമോ? അവിടെ കിടന്ന് കുറച്ച് ഭ്രാന്ത് പിടിച്ച് വട്ട് പിടിച്ച് മെലിഞ്ഞ് ഈ നേഴ്സിങ്ങിന് വിളിയില്ലാതെ നേഴ്സാക്കിയ ഇഞ്ചക്ഷൻ വെച്ചാൽ രോഗി ചാവും. അതിനൊക്കെ വിളിയുള്ളവന് അതിന് വിട്ടാൽ മതി. സുവിശേഷ വിളിയുള്ളതിന് അതിന് വിട്. ടീച്ചറാകാനുള്ളതിനെ അതിന് വിട്. IT വിളിയുള്ളതിനെ അതിന് വിട്. ഇതൊക്കെ തിരിച്ചറിയണം. ദൈവഗതത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. വിദേശത്ത് ആരുണ്ട് പോകുന്നു, ആരുണ്ട് കാശുണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് ചാടരുത്. തമ്പുരാൻ നമ്മെ നടത്തും. ദൈവം വിശ്വസ്തൻ. അങ്ങനെ എല്ലാ മേഖലകളിലും യേശു തിളങ്ങി നിൽക്കുകയാണ്. മറിയുടെ ദുഃഖവും കട്ടവും ഭാരവും ഒക്കെ മാറി. ഒരു ദിവസം യേശുവിന് ഒരുപാട് മുഴുരാത്രി പ്രാർത്ഥനകളുണ്ടായിരുന്നു. നമുക്ക് പണ്ടൊക്കെ മുഴുരാത്രി പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും ഇല്ല, ആരും വരികയില്ല. ഇപ്പം മുഴുരാത്രി പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് രാത്രി 10 മണി വരെയൊക്കെയാണ് മുഴുരാത്രി പ്രാർത്ഥന പറയുന്നത്. 8 മണി തൊട്ട് 10 മണി വരെ പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ ഈ രാത്രി മുഴുവൻ ഇത് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര, അങ്ങനെ പ്രാർത്ഥിച്ച സഭകളൊക്കെ വളർന്നിട്ടുണ്ട്. ഭയങ്കര വിടുതലാണ് ആ പ്രാർത്ഥനയ്ക്ക് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ അങ്ങ് പ്രാർത്ഥിച്ചോണം. കുറേ ഉറങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ലെന്ന് ദൈവസേന ഇരുന്ന്. ഇനി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, അത് പിന്നെ പാസ്റ്റർ ശുശ്രൂഷയിലൊന്നും നിങ്ങളങ്ങ് ചെയ്തേക്കരുത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരാൾ ഉറങ്ങിയാൽ ഞാൻ വഴക്ക് പറയില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ഉറങ്ങരുത്. ഞാൻ വിചാരിക്കുന്ന പാസ്റ്റർ ഇവർ വീട്ടിൽ കിടന്നുറങ്ങിയില്ലല്ലോ. പലതും വീട്ടിൽ വളഞ്ഞു കൂടി കിടന്നുറങ്ങുമ്പം ഇതിനകത്ത് വന്ന് ഇരുന്നല്ലോ. ഉറങ്ങാൻ വന്നതല്ല, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. ഇതിനകത്ത് വന്നിരുന്ന് ഉറങ്ങിയാലും ഒരു അനുഗ്രഹമുണ്ട്. സത്യം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. വീട്ടിൽ വന്നല്ലോ, പാവം വന്നല്ലോ, വല്ല ഷുഗറിൻ്റെ ഗുളിക കഴിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഈ ചൂടൊക്കെ വന്നപ്പോൾ ഇവിടെ ഉറങ്ങട്ടെന്ന് സ്വസ്ഥതയോടെ ഉറങ്ങട്ടെ. എന്നാലും യോഗത്തിന് വരാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല. യേശു ഒരു രാത്രി പ്രാർത്ഥനയ്ക്ക് പോയി. രാവിലെ വന്നില്ല. യേശു സമയത്ത് വരുന്ന ആളാ. മറിയക്ക് ടെൻഷനൊന്നുമില്ല. നമ്മുടെ കൊച്ചു കോളേജിൽ പോയിട്ട് 5 മിനിറ്റ് വൈകിയ എന്തൊരു വെപ്രാളോ. കാരണം ഒരു ഗ്യാരണ്ടിയിൽ ഇത് ഏത് സമയവും മുങ്ങൂന്നേ. അതിൻ്റെ സ്വഭാവ രീതിയും കണ്ടാ വരും എന്നുള്ള ഒരു ഉറപ്പുമില്ല. നമ്മുടെ പിള്ളേർ ബൈക്കും കൊണ്ട് പോകുന്നത് കണ്ടാ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. കാരണം എന്നാ, ആദ്യം ബൈക്കിൻ്റെ 2 മിറർ എടുത്ത് കളയും. കമ്പനി വെച്ചതാ, ചാകാതിരിക്കാൻ വെച്ചിരിക്കുന്ന സാധനം. പിന്നെ സൈലൻസർ എടുത്ത് കളയും. എന്നിട്ട് അതേ കയറി ഇരുന്ന് പോകുന്നത് കണ്ടാൽ ഡാർവിൻ്റെ സിദ്ധാന്തം ശരിയാന്ന് തോന്നിപ്പോവും. ആ കോലത്തിൽ മക്കളെ പ്രാർത്ഥിച്ചിട്ട് ബൈക്കൊക്കെ ഓടിച്ചോണം. സൈക്കിൾ ഓടിക്കേണ്ട സമയത്ത് ഡൂക്കെടുക്കാൻ പോകരുത്. സൈക്കിൾ പോലും കയറാൻ ഇവന് ബുള്ളറ്റ് മതി. എന്നിട്ടൊരു പോക്കുണ്ട്. നീ വണ്ടി എടുക്കാൻ പ്ലാൻ ഇട്ടപ്പോഴേ പിശാച് ഇതേത് ടിപ്പറിനടി കയറ്റണം തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ദൈവകൃപയിൽ വാഹനം ഓടിച്ചോണം.
പരിശുദ്ധാത്മ നിയന്ത്രണത്തിൽ ചുമ്മാ ഷോ ചെയ്യരുത്. റോട്ടിൽ ചതയും, അത് സംഭവിക്കാതിരിപ്പാൻ അല്ലേ. ഒരിക്കലും പാസ്റ്റർ ഒരു മോനെ വിളിച്ചു, മോനെ പെട്ടെന്ന് വേണം. പാസ്റ്റർ ചിന്തിച്ചതിലൊക്കെ എത്രയോ നേരത്തെ അവൻ വന്നു. നീ എങ്ങനെ ഇവിടെ എത്തിയേ? ഞാൻ 100 വന്നേന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, മോനെ 108 പോകേണ്ടി വരും, ഇനി 100 വരരുത്. 100 വന്നാൽ 108 വിള്ളാൻ ആരും 100 പോയി കളിക്കരുത് കേട്ടോ. വളരെ പ്രാർത്ഥിച്ച്, ഇത് ദൈവം തന്നതാ, മാതാപിതാക്കൾ സൈക്കിൾ പോലും ഉപയോഗിച്ചിട്ടുള്ളവരല്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഒതുങ്ങി ദൈവത്തെ ആരാധിച്ച് ബൈക്ക് ഓടിച്ചോണം, ലൈസൻസ് എടുത്ത ശേഷം. അതിന് മുമ്പ് തൊട്ടുപോയേക്കരുത്. ഹല്ലേലൂയ. ഓക്കെ. രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് യേശു വന്നില്ല. അപ്പോൾ നമ്മുടെ സഭയിലാണ് കേട്ടോ മറിയ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഡൽഹിയിൽ ഇലക്ഷൻ നടന്നല്ലോ. പുള്ളിക്കാരത്തേക്ക് അങ്ങനെ എപ്പോഴും ടി വിയുടെ മുമ്പ് ഇരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട്, അടുക്കള പണിയൊക്കെ അല്ലേ. എന്നാൽ പിന്നെ രാവിലെ കിട്ടുന്നില്ലല്ലോ മക്കളെ. നമ്മുടെ കേജ്രിവാളിൻ്റെ പാർട്ടിയാണോ BJP ആണോ കോൺഗ്രസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി TV ഒന്ന് തുറന്നത്. നമ്മളെ പോലെ സീരിയൽ കാണാൻ മാത്രമല്ല TV തുറക്കുന്നത്. നമ്മൾ എന്നാത്തിനാണ് TV തുറക്കുന്നത്? ഇത് മേടിച്ചത് സുവിചാരം കേൾക്കാനാണെന്ന് പറയും. ഇപ്പോൾ ഏത് ചാനലാണ് സുവിചാരത്തെ പോലും അറിയാൻ മേല. 24 മണിക്കൂർ TV. ഓ ബാധ കയറി. അപ്പം അടിയിൽ എഴുതി കാണിക്കുക, യേശുവിനെ അറസ്റ്റ് ചെയ്തു. നിങ്ങളാണെങ്കിലോ നിങ്ങളുടെ മോനെ അറസ്റ്റ് ചെയ്യുന്നു കേട്ടാ, പിന്നെ അന്നേരം ആംബുലൻസ് വരേണ്ടി വരും. നിങ്ങൾ ബോധം കെട്ടു പോകും. മറിയ ബോധം കെട്ടൊന്നുമില്ല. യേശുവിന് പേരുള്ള ആരൊക്കെ കാണും? എൻ്റെ മോൻ ചീട്ട് കളിക്കാൻ പോവുകയില്ല, കഞ്ചാവ് കടത്താൻ പോവുകയില്ല, KSRTC കല്ലെറിയാൻ പോവുകയില്ല, ആവശ്യമില്ലാത്ത ഒരിടത്തും കറങ്ങാൻ എൻ്റെ മോൻ പോകില്ല. മറിയയ്ക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഈ ചാനലിൽ പരസ്യം വന്നപ്പോൾ അടുത്ത ചാനലിലേക്ക് മാറിയപ്പോൾ ലൈവായി കാണുക, യൂദായും കൂട്ടരും കടന്നു വരുന്നു, യേശുവിനെ ചുംബിക്കുന്നു, പിടിച്ചു കെട്ടുന്നു. ഹല്ലേലൂയ. ഏകദേശം അടുത്ത 24 മണിക്കൂർ സകല മനുഷ്യാവകാശ ലംഘനങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് വിശന്ന് കിടക്കുന്ന കാട്ടു നായ്ക്കിടെ മുമ്പിൽ ഒരു കുഞ്ഞാട് പെട്ടതുപോലെ ഗ്ലോറി ജീസസ്. വാഗ്ദത്തം ഇഞ്ചിഞ്ചായി തകർക്കപ്പെടുന്നു. എല്ലാം കൈവിട്ടു പോകുന്നു. കൂടെ നിൽക്കുന്നവൻ ഒറ്റിക്കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്നവൻ തള്ളിപ്പറയുന്നു. എല്ലാം ചിതറിയോടുന്നു. പീലാത്തോസ് അവനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ചാട്ടവാറുകൾ കൊള്ള അടിയും ക്രൂരമായ പീഡകളും ഏറ്റു ക്രൂശിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടക്കുന്ന വാഗ്ദത്തത്തെ കണ്ടുകൊണ്ട് യെശയ്യാവ് പറയുകയാ, കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ, ആകൃതി കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാർ വാഗ്ദത്തം തകർക്കപ്പെട്ടു. ഇന്നു രാത്രിയിൽ നിങ്ങളുടെ വാഗ്ദത്തം ഇതിലേത് പാതയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ? വാഗ്ദത്തങ്ങളുടെ ഉദരത്തിൽ ഗർഭസ്ഥ ശിശുവാണോ? ശൈശവദിശയിലൂടെ വാഗ്ദത്തം കടന്നു പോവുകയാണോ? വാഗ്ദത്തത്തിൻ്റെ ഉയർച്ചകൾ, നന്മകൾ, വീട്, ജോലി, വരുമാനങ്ങൾ, വീട്ടു നിറച്ചും സാധനങ്ങൾ, ദൈവമേ, വണ്ടി, വാഹനം എല്ലാം ഹല്ലേലൂയ ഇങ്ങനെ ഒരു നല്ല നിലവാരത്തിലൂടെ കടന്നു പോവുകയാണോ? നനയ്ക്കാത്ത സമയത്ത് ഇടിമിന്നൽ പോലെ കോവിഡ് വന്നു, ട്യൂമർ വന്നു, കിഡ്നി ഡാമേജായി, ഹാർട്ടിന് ബ്ലോക്ക് വന്നു, ആരോഗ്യം ക്ഷയിച്ചു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ബാധ്യതകൾ പലതും മുമ്പിൽ കിടക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എല്ലാം കൈവിട്ടു പോയതുപോലെ ഇന്ന് രാത്രി അങ്ങനെയുള്ള തകർച്ചയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിലും
കർത്താവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് നീ വിശ്വസിച്ചോണം. ഹല്ലേലൂയ. ആഴ്ചയിൽ 3 വട്ടം ഡയാലിസിസ് ചെയ്താലും വാഗ്ദത്തം ബാക്കിയുണ്ടെങ്കിൽ നിറവേറ്റുന്ന ഒരു യേശുവാണ് നമ്മുടെ ദൈവം. 3rd സ്റ്റേജോ 4th സ്റ്റേജോ എന്തെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് വരട്ടെ, ആടി ഉലയണ്ട. കർത്താവ് പറഞ്ഞത് സംഭവിക്കൂ. ജോലി നഷ്ടപ്പെടട്ടെ, വരുമാനം കുറയട്ടെ, മേടിച്ചു കൂട്ടിയതൊക്കെ വിറ്റ് പോകേണ്ട സ്ഥിതി വരട്ടെ, തളരരുതേ, തളരരുതേ, യേശുവിനെ വിട്ടുപോകരുതേ. കഠിന ശോധനകൾ വാഗ്ദത്തത്തിലുണ്ട് മക്കളെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളൊക്കെ ഈ ഭാഗം മനസ്സിലാക്കിക്കോണം. എന്നും ഉയർച്ചകളും നന്മകളും എല്ലാത്തിനും എന്നും A+ഉം എല്ലാ റാങ്ക് ഹോൾഡിന്റെ കാലങ്ങൾ മാത്രമല്ല കുഞ്ഞേ. ചില പരാജയങ്ങളും തോൽവികളും ഒക്കെ ജീവിതത്തിൽ നേരിടും കേട്ടോ. പ്രതീക്ഷിക്കുന്നത് പോലെ വെച്ചടി ഉയർച്ചകൾ മാത്രമാണെന്ന് ചിന്തിക്കരുത്. പൊട്ടക്കിണറ്റിലേക്ക് നീ പോകേണ്ടി വരും. പോത്തിപ്പേറിന്റെ വീട്ടിൽ അടിമപ്പണി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോലും വാഗ്ദത്തമുള്ളവൻ കിടക്കേണ്ടി വരും. അവിടെയും നീ പിന്മാറരുതേ, അവിടെയും നീ പുറകോട്ട് പോകരുതേ. യേശുവിനെ മുറുകെ പിടിച്ചോണം. എന്തെല്ലാം വെല്ലുവിളികൾ, എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം വ്യാധികൾ, എന്തെല്ലാം കട്ടമട്ടങ്ങൾ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഇട്ടിട്ട് പോയാലും ക്രൂശിലെ മരണത്തോളം വിശ്വാസത്തിൽ അനുസരിച്ച യേശുവിനെ പോലെ ഇന്ന് രാത്രി പാറ പോലെ ഇളകാത്ത ഒരു ഉടമ്പടി, പാറ പോലെ കുലുങ്ങാത്ത ഒരു സമർപ്പണം ദൈവവചനത്തിന് മുമ്പിൽ ദൈവമക്കൾ ചെയ്യട്ടെ. ഹല്ലേലൂയ. കട്പട്ടിണി കിടക്കുന്ന ഹന്നയെ ഇന്ന് രാത്രി നീ ഉണരുക. ചൂരച്ചെടി ചവിട്ടി കിടക്കുന്ന ഏലിയാവേ ഇന്ന് രാത്രി ഉണരുക. സിംഹാസനപ്പെട്ട് മരുഭൂമിയിലൂടെ ഉഴലുന്ന ദാവീദേ ഇന്ന് രാത്രി മടങ്ങി വരിക. ഇനിയും വേലയുണ്ട്, ഇനിയും ശുശ്രൂഷയുണ്ട്, ഇനിയും വാഗ്ദത്തമുണ്ട്. ഇത് നിന്റെ അവസാനമല്ല, ഇത് നിന്റെ അവസാനമല്ല. ഇവിടെ ഒരു പുതിയ തുടക്കം തരുവാൻ കഴിയുന്നവനാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തവൻ. ഇത് വെറുതെ പ്രസംഗിക്കുന്നതല്ല കേട്ടോ. ജീവിതത്തിന്റെ അനുഭവങ്ങള് ഇന്ന് രാത്രി ഒപ്പിയെടുത്തിട്ട് തരുന്നത് രാത്രി യോഗമായതുകൊണ്ട്. ഹല്ലേലൂയ. ഏതാണ്ട് 1/2 നൂറ്റാണ്ടോളം വിശ്വാസത്തിന്റെ പാതയിൽ ഇവിടം വരെ എത്തിച്ച തമ്പുരാൻ ഇതുപോലൊരു ദൈവം വേറെയില്ല. കട്ടമട്ടങ്ങൾ, ദുരന്തങ്ങൾ, ആപത്തനർത്ഥങ്ങൾ, മാരകവ്യാധികൾ, ശവപ്പെട്ടിയൊക്കെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്റെ യേശു വിശ്വസ്തൻ, യേശു നല്ലവൻ. പട്ടിണി കിടന്നിട്ടുണ്ട്, നഗ്നത അനുഭവിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എതിരേൽപ്പും ഓശാന മാത്രമല്ല, ഓശാന പാടിയവർ ക്രൂശിക്കാൻ ആർത്തു വിളിച്ചിട്ടുണ്ട്. നന്മ അനുഭവിച്ചവർ തിരിഞ്ഞു നിന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഉള്ളതാണ്. Glory Jesus. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെ അകന്നു നിൽക്കുന്നതെന്ത്? ഞാൻ പകൽ നേരത്ത് വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. രാത്രികാലങ്ങളിലും വിളിക്കുന്നു. എല്ലാറ്റിനും മറുപടി കിട്ടണമെന്നില്ല. അപ്പോൾ വഴികൾ തുറക്കണമെന്നില്ല. എന്നാലും നീ വാഗ്ദത്തത്തെ അവിശ്വസിക്കരുതേ. പിതാവേ, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ വിട്ടുകൊടുത്തു. വാഗ്ദത്തം ഡെഡ് ബോഡിയായി, വാഗ്ദത്തം ശവമായി. എന്തിയെ ഗബ്രിയേൽ?
പ്രവാചകൻ എന്തിയെ? ആരെയും കാണാനില്ല. തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. നിങ്ങളുടെ വാഗ്ദത്തം ഗദസമനയിലാണോ? നിങ്ങളുടെ വാഗ്ദത്തം ക്രൂശിലാണോ? വിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയൂ. അല്പകാലമേ ഉള്ളുവെന്നറിഞ്ഞ് പിശാചവന്റെ സർവ അവസാനത്തെ ആയുധവും ദൈവസഭയ്ക്കെതിരെ തൊടുത്തു വിടുകയാണ്. ഇവിടെ വിശ്വാസം എന്ന പരിച. ഹല്ലേലൂയ. ദുഷ്ടന്റെ തീയമ്പകളെ ഒക്കെയും കെടുത്തുവാൻ ശക്തിയുള്ള വിശ്വാസമെന്ന പരിച. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അരിമത്യയിലെ ജോസഫ് ശവം കുരിശിൽ നിറക്കി ശീലകൾ പൊതിഞ്ഞു. മറ്റാർക്കോ വേണ്ടി വെട്ടിയിട്ട കല്ലറയിൽ വാഗ്ദത്തത്തെ അടക്കം ചെയ്തു. രാജാവാകും, എന്നേക്കും രാജാവാകും. ദാവീദിന്റെ സിംഹാസനം കിട്ടും. എന്തിയെ? ഒന്നും കിട്ടിയില്ല. ഗ്ലോറി. ഈ ആഴ്ചയിലും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ അടക്ക ശുശ്രൂഷ ഞാൻ നടത്തിയതാ. എത്രയോ 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 ഒരുപാട് പേര് വരും. അല്പം കുന്തിരിക്കമോ മണ്ണോ മണലോ പൂവോ എന്തെങ്കിലുമൊക്കെ. രക്തസ്രാവക്കാരി മുതൽ ശമരിക്കാരി മുതൽ ലഗ്യോൻ ബാധിച്ചവൻ മുതൽ എത്രയോ പേർ അലമുറയിട്ട് കരഞ്ഞ് കണ്ണുനീരോടെ വിലാപത്തോടെ 10,000. നമ്മുടെ സംസ്കാരത്തിൽ നമ്മുടെ രീതിയിലാണ്. യഹൂദൻ്റെ അടക്കമൊക്കെ വ്യത്യസ്തമാണ്. നമുക്ക് മനസ്സിലാകുവാൻ നമ്മുടെ പശ്ചാത്തലത്തിൽ അത് ചിന്തിക്കുകയാണ്. എവിടെയോ മാറി കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഒരു പാപം സ്ത്രീ, യേശുവിൻ്റെ അമ്മ. ഏറ്റവും ഒടുവിൽ അവളും വന്ന് കാണും. ഒരു പിടി മണ്ണെടുത്ത് കാണും. ഓനെ പോയല്ലോടാ, ആരാടാ ഇനി എനിക്ക് എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല. ആൾ രൂപം പോലുമില്ലാത്ത വികൃതമായ ശരീരം, നീരുവെച്ച് വീങ്ങി കരിവാളിച്ച് കത്തിക്കരിഞ്ഞതുപോലെ ആകൃതി പോലുമില്ലാതെ കല്ലറയിൽ അടക്കം ചെയ്ത ആ കല്ലറയ ശവപ്പെട്ടിയുടെ മുകളിലേക്ക് വ്യത്യാസങ്ങളുണ്ട് എങ്കിലും നമ്മുടെ പശ്ചാത്തലത്തിൽ ഞാനൊരു ഭാവനയിൽ പറയുകയാണ്. അവളും ഒരുപിടി മണ്ണെടുത്ത് കാണും. ഇന്നേക്ക് 34 കൊല്ലം മുൻപ് കന്യകയായി മുറിക്കകത്ത് വീട്ടിൽ എൻ്റെ അടുക്കൽ ഗബ്രിയേൽ ദൂതനെ അയച്ച് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ വചനം സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മണ്ണിട്ട് കാണും. ഹല്ലേലൂയ. അതാണ് വിശ്വാസം. ഇന്ന് രാത്രി പിശാച് മണ്ണിട്ട ചില വാഗ്ദത്തത്തിന്റെ മേൽ വിശ്വാസത്തിന്റെ വചനത്തിന്റെ പ്രഖ്യാപനം. ഈ ആയസ്സിൽ നിനക്കിനി ലഭിക്കയില്ല. ഈ ആയസ്സിൽ ഇനി നടക്കയില്ല. എൻ്റെ നരദുഃഖത്തോടെ പാതാളത്തിലേക്ക് പോകുകയേ ഉള്ളൂ എന്ന് പിശാച് വ്യസനിപ്പിക്കുന്ന യാക്കോബേ, ഇന്ന് രാത്രി ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ഗ്ലോറി. നിങ്ങളുടെ തലമുറകളെ അവൻ ബന്ധിച്ചിട്ടുണ്ടോ? നിന്റെ തലമുറകളെ അവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ, ആമേൻ. പല വിധത്തിൽ പിച്ചി ചിന്തിക്കൊണ്ടിരിക്കുകയാണോ? കണ്ടാൽ ആകൃതിയില്ലാതെ രൂപഭംഗിയില്ലാതെ ഒക്കെ ആയി കിടക്കുകയായിരിക്കാം. മാതാവേ, പിതാവേ, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. ദൈവത്തിന്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നിന്റെ ഭൗതിക മണ്ഡലങ്ങൾ, നിന്റെ ആരോഗ്യം, നിന്റെ ആത്മീയത, ഒരു ഉണർവുമില്ല. എല്ലാം നിർജീവമായി, എല്ലാം അസ്തമിച്ചു. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന
അവൻ്റെ വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം. ആമേൻ. അടക്കം കഴിഞ്ഞ് വീട്ടിൽ പോയി ബോധം കെട്ട് കിടക്കുകയായിരിക്കുകയില്ലേ ആ പാപം സ്ത്രീ. ആമേൻ. വാഗ്ദത്തത്തെ ധ്യാനിച്ചുകൊണ്ട്, അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം കൊണ്ട് അതിലവൾ വിരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട് ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ നിവാസത്തെ തന്നെ അത് സന്തോഷിപ്പിക്കും. ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. വാഗ്ദത്തം കേട്ട കാതുകൾ, വാഗ്ദത്തം ഉദരത്തിൽ അനുഭവിച്ച, വാഗ്ദത്തത്തിന്റെ ജനനം കണ്ട, വാഗ്ദത്തത്തിന്റെ വളർച്ച കണ്ട, വാഗ്ദത്തത്തിന്റെ ഉയർച്ച കണ്ട, വാഗ്ദത്തത്തിന്റെ പീഡാനുഭവം കണ്ട, വാഗ്ദത്തത്തിന്റെ മരണം കണ്ട, വാഗ്ദത്തത്തിന്റെ അടക്കം കണ്ട അതേ കണ്ണുകൊണ്ട് തന്നെ 3-ാം ദിവസം ഒരു പിശാചിനും ഇനി ആണിയടിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു പിശാചിനും ചാട്ടയടിക്കാൻ കഴിയാത്ത വിധത്തിൽ, ഒരു സാത്താന്യ ശക്തികൾക്കും ഒന്നും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ തേജോമയനായി ഉയർത്തെഴുന്നേറ്റ് വരുന്നത് കണ്ടോ? കർത്താവ് തന്നോട് അരുളി ചെയ്തത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ അവളുടെ കണ്ണുകൊണ്ട് തന്നെ അത് കാണുവാൻ ദൈവം ഭാഗ്യം നൽകിയില്ലേ? ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ ചെയ്യും. പോരാ പോരാ പോരാ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കരയാൻ കഴിയുമെങ്കിൽ കരഞ്ഞോ, അന്യഭാഷ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, കൈയടിക്കാനാണെങ്കിൽ അങ്ങനെ, അല്ല മാറത്തടിക്കാനാണെങ്കിൽ അങ്ങനെ. എങ്ങനെയാണോ നിയോഗം, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്തിനു വേണ്ടി ഉദ്യമിപ്പിക്കുന്നുവോ അതിന് സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിനെ മരിച്ചവനിൽ നിന്ന് ഉയർപ്പിച്ചതിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ മർത്യമായ നിങ്ങളുടെ വിഷയങ്ങളെയും ഉയർപ്പിക്കുമെന്നല്ലേ വചനം പറയുന്നത്. ഇന്ന് രാത്രി വിശ്വാസം വർദ്ധിക്കട്ടെ, സകല പിന്മാറ്റങ്ങൾ മടങ്ങി വരട്ടെ. ഒരു നല്ല വിശ്വാസിയായി ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ ഇന്ന് രാത്രി ഏൽപ്പിക്കാം. പാപത്തിന്റെ സകല വഴികളെയും വിട്ടുകൊണ്ട്, ജീവിതത്തിന്റെ സകല അനാത്മീയതയോടും വിട പറഞ്ഞുകൊണ്ട്, ലോകത്തിന്റെ ഇമ്പങ്ങളോട് നോ പറഞ്ഞ്, ഗുഡ് ബൈ പറഞ്ഞ് വിട്. യേശു മതി എനിക്ക്, എന്റെ യേശു യാത്ര നല്ലവൻ. ഉയർത്തെഴുന്നേറ്റ് വരട്ടെ. ഇന്ന് രാത്രി ചില വാഗ്ദത്തങ്ങൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിനകത്ത് ചില ഉയർപ്പുകൾ നടക്കട്ടെ. നിങ്ങളുടെ തലമുറകളിൽ ചില വിടുതലുകൾ നടക്കട്ടെ. ചില കല്ലറകൾ, ചില ശ്മശാന ഭൂമികളിൽ ചില പോരാട്ടങ്ങൾ, ചില ബന്ധനങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഫെലിസ്ത്യർ മൂടിയ ചില കിണറുകൾ ഇസ്ഹാക്ക് മാന്തിയെടുത്തതുപോലെ യേശുവേ അത്ഭുതങ്ങളെ ചെയ്യണമേ. യേശു അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ഇന്നലെയും ഇന്നും എന്നും നമ്മുടെ യേശു അനന്യൻ. അവന്റെ കൈ കുറുകി പോയിട്ടില്ല, അവന്റെ കാത് ഇന്നും അവന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചാഞ്ഞിറങ്ങി വന്നിട്ടുണ്ട് ഈ ആലയത്തിൽ. ലോകമെന്തും പറയട്ടെ, ലോകം നിന്നെ വിധിക്കട്ടെ, ലോകം നിന്നെ പഴിക്കട്ടെ. വാഗ്ദത്തമുള്ള ദൈവമേ, ഇന്ന് രാത്രി നീ പറ, കർത്താവ് എന്നോട് അരുളി ചെയ്തത് എത്ര കാലമായാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. തടിച്ച നാവുള്ളവനായാലും, നിന്റെ കുലത്തിൽ നീ ചെറിയവനാണെങ്കിലും, നീ ബാലനാണെങ്കിലും, ഹല്ലേലൂയ, വാഗ്ദത്തമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിട്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ നിയമം സുപ്രീം കോടതി സീൽ ചെയ്ത റോമൻ ഗവൺമെന്റിന്റെ സീലിനെ ഇനി ഒരു അപ്പീലില്ല, ഇനി ഒരു ദയാഹർജിയില്ല. അതിനെ പൊട്ടിക്കുവാൻ വിശ്വാസത്തിന്റെ ശക്തി ചെറുതല്ല.
ഏത് ദുർമന്ത്രവാദി നിന്നെ ഒതുക്കിയെന്ന് പറഞ്ഞാലും, ഏത് നേർച്ച കാഴ്ചകൾ നിന്നെ ബന്ധിച്ചെന്ന് പറഞ്ഞാലും, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന വ്യാപാര ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാമത്തെ രാത്രിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുക, യേശുവിന്റെ നാമത്തിൽ റിലീസ് ആകട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം പെരുകി വരട്ടെ. ലോകത്തിൽ ദരിദ്രരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്ന ദൈവകൃപ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവർ, പിതാക്കന്മാർ, പ്രായമുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട, ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. 2 മിനിറ്റ് ഒന്ന് സമർപ്പിച്ചിട്ട് നമുക്ക് അല്പനിമിഷം കൂടെ കർത്താവിനെ ആരാധിച്ച് സന്തോഷത്തോടെ പിരിയാം. അപ്പാ, എൻ്റെ എല്ലാ അവിശ്വാസവും എന്നോട് പൊറുക്കണമേ. എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ പിന്നിടലിടും. 100% അസാധ്യമായ വിഷയത്തെ ദൈവം അത്ഭുതങ്ങളിലൂടെ, പിന്നത്തേതിൽ അത്ഭുതം തകർന്നുപോയി. അത്ഭുതത്തോടെ ലഭിച്ചത് ശവക്കുഴിയിലായി. അവിടെയും പേടിക്കണ്ട. തീച്ചുളയുടെ നടുവിലും സിംഹക്കുഴിയുടെ നടുവിലും കാരാഗ്രഹത്തിലും ഇറങ്ങി വരുന്ന ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി വരാതിരിക്കില്ല. ഇന്ന് രാത്രി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. കർത്താവുമായി നിരപ്പ് പ്രാപിച്ചേ